ആ ലോറിയിൽ ക്ലീനിങ് ആയിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. ക്ലീനറായിട്ട് ഞാൻ അതിൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത്. അത് മാത്രമല്ല വീട്ടുകാർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന കൂടെ എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ക്ലീനറായി. അപ്പോൾ എന്തൊക്കെയാണ് ആ ലോറി ചെയ്തുകൊണ്ടിരുന്നത്? ലോറി കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക, ഗ്രീസ് അടിക്കുക, അതുപോലെ ടയർ മാറ്റിയിടുക. ചെറുപ്രായത്തിൽ തന്നെയാണ്. എവിടെയൊക്കെ പോയി ലോറി കയറി? ഏകദേശം 10-24 സ്റ്റേറ്റുകളിൽ ഞാൻ പോയിട്ട്. പക്ഷേ അതൊന്നും കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാനാവില്ലല്ലോ. ഞാനാണെങ്കിൽ മൊത്തം അലഞ്ഞിട്ടും ഈ സാധനം എവിടെയും കിട്ടുന്നില്ല. തിരിച്ച് അവശനായ ഒരു സർവത്ത് ഓർഡർ ചെയ്യുമ്പോഴാണ് രണ്ടുപേരും തന്നെ ഇങ്ങനെയാണ് തിരിക്കുന്നത്. അതിൽ എനിക്ക് മനസ്സിലായി, ഞാൻ ഇത്ര നേരം അന്വേഷണമാണ് എൻ്റെ തൊട്ട് മുമ്പിൽ ഈ വിഷയം നിൽക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് SS-ന്റെ ഹൂക്സ് ഇറക്കുന്നത്. ഞാനാണ് ഇത് ആദ്യമായിട്ട് ഇറക്കുന്നത്. ഒരു പ്രോബ്ലം കണ്ടപ്പോൾ സൊല്യൂഷൻ കിട്ടി. ഭയങ്കര വിജയമായിരുന്നു. എന്താണ് ഈ സോയോ എന്ന് പറയുന്നത് ബാത്ത് വെയർ പ്രൊഡക്റ്റുകളാണ്. സാനിറ്ററി കേൾക്കാനും ഇമ്പമുള്ളൊരു സോയോയുടെ തുടക്കം എങ്ങനെ? എന്ത് പ്രോഡക്റ്റ് വെച്ച് എവിടെ നിന്നാണ് ഈ തുടക്കം? 2 ക്ലോസറ്റും ഒരു കാറിന് ഡിക്കും i20-ന്റെ. ഓഫീസൊന്നുമില്ല. ഇതാണ് എൻ്റെ ഓഫീസ്. ആദ്യത്തെ ഓഫീസ് എന്ന് പറയുന്നത് എൻ്റെ വണ്ടിയുടെ ഡിക്കിയാണ്. എനിക്ക് അവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് എന്ത് റിസോഴ്സ് ഇപ്പം ഉണ്ടെന്നുള്ളത് തുടക്കം കുറിക്കുക. നമുക്ക് എന്ത് റിസോഴ്സ് ആണ് അത് വെച്ച് തുടക്കം കുറിച്ചാൽ ബാക്കിയുണ്ട്. താങ്കൾ ആ 2 ക്ലോസറ്റുമായിട്ട് കാറിൽ പോയ ആളാണ്. തീർച്ചയായിട്ടും. ഇന്ന് എത്ര എംപ്ലോയീസ് ആയി? ഇന്ന് ഏകദേശം 40 എംപ്ലോയീസ്. എക്സലന്റ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. എളിയ തുടക്കങ്ങളിൽ നിന്നാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാവരുടെയും ഒരു മോഹം സംരംഭമായിക്കൊള്ളണമെന്നില്ല. എന്നാൽ സംരംഭമോഹികൾ നിരവധിയാണ് നമ്മുടെ നാട്ടിൽ. വിജയിച്ച് കണ്ടവർ വളരെ കുറച്ചും. എന്നാൽ ഈ പ്രയാണത്തിൽ ചിലരുണ്ട്, തിരിച്ചടികളുണ്ടായാലും പിന്മാറാതെ പൊരുതി വിജയം നേടുന്നവർ, വിജയത്തിലേക്ക് അടുക്കുന്നവർ. സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് സുഹൃത്തു കൂടിയായ സഹോദര തുല്യനായ ഷിഹാബുദ്ദീനാണ്. ഷിഹാബേ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സാർ. ഷിഹാബിൻ്റെ നാട് എവിടെയാണ്? സാർ, എൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള താനൂരാണ് എൻ്റെ സ്വദേശം. മലബാറുകാർ നിരവധി പേരിരുന്ന ഹോട്ട് സീറ്റിലാണ് ഷിഹാബ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഷിഹാബിൻ്റെ പഠനമൊക്കെ എന്തായിരുന്നു? എവിടെ? ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെയാണ് എൻ്റെ വിദ്യാഭ്യാസം ഉള്ളത്. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഞാൻ. 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്തുകയാണ്. അതിനുശേഷം ഞാൻ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. പഠനം 10ാം ക്ലാസ്സിലുള്ള വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ കുടുംബം, ഫാദർ എന്താണ് ചെയ്തത്? എൻ്റെ ഫാദർ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ അദ്ദേഹം ഒരു ഗുരുക്കളായിരുന്നു. ഈ സിനിമകളിലൊക്കെ എന്താ പറയുക, ഈ ഫൈറ്റ് മാസ്റ്ററൊക്കെ ആയിട്ടായിരുന്നു. അത് ശരി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഷിഹാബിന് കിട്ടി, ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ. അത് ശരി. അപ്പോൾ അദ്ദേഹം സിനിമകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം NGR-ന്റെ സമയത്തൊക്കെ NGR-ന്റെ ഒക്കെ സിനിമകളിലൊക്കെ ഫൈറ്റ് മാസ്റ്ററായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ശരി. എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങൾ 6 പേരാണ്. അതിൽ ഷിഹാബ് എത്രാമത്താണ്? ഞാൻ 5ാമത്തെ ആളാണ്. ശരി. അദ്ദേഹം ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അത് ഫാദർ മരിച്ചിട്ട് ഒരു 5 വർഷമായി. 5 വർഷമായി. അപ്പോൾ ഈ 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്തത്? സത്യത്തിൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ സ്കൂളിങ് കഴിഞ്ഞാൽ 3 ഓപ്ഷനാണ് ആളുകൾ. അതെന്തൊക്കെയാണ്? ഒന്ന്, ചിലപ്പോൾ ചെന്നൈയിലേക്ക്, മദിരാശിയിലേക്ക് വണ്ടി കയറും. അന്ന് മദിരാശിയാണല്ലോ, അന്ന് ചെന്നൈ ആയിട്ടില്ല. 2ാമത്തെ ഓപ്ഷന് വല്ല വിസ എടുത്തിട്ട് നേരെ ദുബായിലേക്ക് പ്രവാസിയാവും. 3ാമത്തെ ഓപ്ഷൻ വരുന്നത് ഒരു ഓട്ടോറിക്ഷ എടുത്ത് അവിടെ തന്നെ നമ്മുടെ നാട്ടിലെ പണ്ട് കാലം, ഇപ്പോൾ 2000-ന് മുമ്പൊക്കെ അങ്ങനെയാണ് കണ്ടുവന്നിരുന്നത്. ഇതിൽ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്? ഞാൻ ഡ്രൈവിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അത് ഇഷ്ടമായിരുന്നു? അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അത് ശരി. അപ്പോൾ എന്താ ചെയ്തത്? ഞാൻ, എൻ്റെ മാമന് ലോറി ഉണ്ടായിരുന്നു. ആ ലോറിയിൽ ക്ലീനിങ് ആയിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. ഡ്രൈവർ ആവാനുള്ള പ്രായമായിട്ടില്ല, ക്ലീനറായിട്ട് ഞാൻ അതിൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത്. അത് മാത്രമല്ല വീട്ടുകാർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന കൂടെ എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, 5 പേരാണല്ലോ, അവരൊക്കെ ചെറിയ ചെറിയ ആളുകളാകുമ്പോൾ അവർക്കൊരു സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ക്ലീനറായി. അപ്പോൾ എന്തൊക്കെയാണ് ആ ലോറി ചെയ്തുകൊണ്ടിരുന്നത്? ലോറി കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക, ഗ്രീസ് അടിക്കുക, അതുപോലെ ടയർ മാറ്റിയിടുക. ചെറുപ്രായത്തിൽ തന്നെയാണ്. എവിടെയൊക്കെ പോയി ലോറി കയറി? ഏകദേശം 10-24 സ്റ്റേറ്റുകളിൽ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാനാവില്ലല്ലോ. ഇല്ല. എത്ര വർഷം അങ്ങനെ പോയി? 2 വർഷം പോയി. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് തിരിച്ചു വന്നു ഞാൻ. ലോറി ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർ ഓരോ ഫീൽഡാണല്ലോ. എൻ്റെ വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ല അതിലേക്ക് പോകാൻ. അങ്ങനെ എന്താ പറയുക, ഞാൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഞാൻ പ്ലംബിംഗ് ജോലിയിലേക്കാണ് ഇറങ്ങിയത്. പ്ലംബിംഗ് വർക്ക് എടുക്കലേക്ക്. അതിന് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, സുഹൃത്തുണ്ട്, മുൻസി എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര്.
പുള്ളിയുടെ കൂടെ ഞാൻ അന്ന് ഞാൻ സത്യത്തിൽ ഒരു ഫിസിക്കലായിട്ട് ഒന്നും കൂടി ഭയങ്കര ഇതായിരുന്നു. കാരണം നമുക്ക് എന്ത് ചെയ്യാന്നുള്ളപ്പോൾ നമ്മുടെ ഈ കൈക്കോട് വഴി നമ്മുടെ മണ്ണ് കൊത്തുക അങ്ങനത്തെ പണിയൊക്കെ ഞാൻ ഭയങ്കര ഇതായിരുന്നു. പെട്ടെന്ന് മീഡിയത്തിൽ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരു 2 മണിക്കൂറിൻ്റെ ഒരു വർക്ക് ശരിക്കും 1.5 മണിക്കൂർ ഞാൻ ചെയ്തു തീർക്കും. അങ്ങനെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു അത്. പ്ലംബിങ്ങിൻ്റെ ജോലി അവിടെ നിന്നൊക്കെ പോകുമ്പോഴാണ് ഒരു സ്പാർക്ക് ഉണ്ടാവുന്നത്. അതെ അതെ അതെ. എൻ്റെ ഒരു ആശാന് എന്നെ ഒരു ബാർനിപ്പിൾ എന്നുള്ള പ്രോഡക്റ്റിന് അദ്ദേഹം എന്നെ പറഞ്ഞു വെച്ചു. ബാർനിപ്പിൾ ഇരുമ്പ് പൈപ്പ് ത്രെഡ് ചെയ്തിട്ട് അത് നമ്മുടെ പ്ലംബിങ്ങിൽ ഉപയോഗിക്കുന്ന മെയിൻ സാധനമായിരുന്നു. അതിൽ 2 പൈപ്പുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് 2 സൈഡിലും ത്രെഡ് ഉണ്ടാവും. ആ ത്രെഡ് നമ്മൾ ഇട്ടിട്ടത് പിന്നാണത് എൽബോ ഒക്കെ ഇട്ടിട്ടാണ് അത് നമ്മൾ ടാപ്പ് ഫിറ്റ് ചെയ്യില്ല. ഇത് വാങ്ങാൻ പറ്റും. 2 ഷോപ്പിൽ പോയപ്പോൾ 2 സ്റ്റോക്ക് ഇല്ല. 2 കടയിൽ പോയപ്പോൾ 3-ാമത്തെ കടയിൽ പോയപ്പോൾ ഇയാൾ ഫോൺ എടുത്തിട്ട് മറ്റാൾ തരുക പറയണം, നീ എത്ര ദിവസമായിട്ട് സാധനം ഇവിടെ ഓർഡർ എടുത്തിട്ട് എന്താ തരാത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു മനസ്സിലായി, ഇത് ഇപ്പോൾ 2 സ്ഥലത്തും അവിടെ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെയാണ്. അപ്പോൾ ഇതിനൊരു ഇവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലായി. ഡിമാൻഡുണ്ട്, സപ്ലൈ എല്ലാം മനസ്സിലായി. അതിൽ ഞാൻ എന്ത് ചെയ്ത് വൈകിട്ട് നേരം പോയിട്ട് പുള്ളിയോട് ചോദിച്ചു, അല്ല ഈ സാധനം ആരാണ് ഇവിടെ കൊണ്ടുവരുന്നത്? എന്നോട് പറയുന്നത് കാലിക്കറ്റിൽ ഒരാളാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്, പക്ഷേ പ്രോപ്പർ സപ്ലൈ ഇല്ല. അപ്പം ഞാൻ ഇതിനെ അന്വേഷിച്ചത് ഇപ്പോൾ നമുക്ക് ഇവിടെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ അടുക്കുക അപ്പുറത്ത് കടകളുണ്ടെന്ന് പറയും. അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയൊരു ഓപ്പർച്യൂണിറ്റി അതിലുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാനതിൻ്റെ ഡേ തേടിയിട്ട് ഞാൻ കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറുന്നത്. ഓക്കെ, ഞാനാണത് മൊത്തം അലഞ്ഞിട്ടും ഈ സാധനം കിട്ടുന്നില്ല, എവിടെയും കിട്ടുന്നില്ല. തിരിച്ച് അവശനായ ഒരു സർവത്ത് ഓർഡർ ചെയ്യുമ്പോഴാണ് 2 പേരും ഇങ്ങനെയാണ് തിരിക്കുന്നത്. അതിൽ ഞാനത് എനിക്ക് മനസ്സിലായി, ഞാൻ ഇത്ര നേരം അന്വേഷണമാണ് എൻ്റെ തൊട്ട് മുമ്പിൽ ഈ മെഷീൻ നിൽക്കുന്നത്. ഞാനത് ഫിസിക്കലായിട്ടാണ്. അത് ഫിസിക്കൽ നമ്മൾ നല്ല വെയിറ്റ് എടുക്കും, 50-100 വെയിറ്റ് എടുത്താൽ നിങ്ങൾ തിരിക്കാൻ പറ്റും, അത്ര ഹെവി വെയിറ്റ് എടുക്കണം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നത്, എനിക്കൊരു എൻ്റെ പ്രായം അത്ര പ്രായമുള്ളൂ, കാരണം അവർക്കും തോന്നും ഒരു ചെറിയ പയ്യനാണല്ലോ എന്നുള്ളത്. ഇനി ഇത് എവിടെ നിന്ന് കിട്ടുക, അവിടെ ഉള്ളൊരു ഇന്ന സ്ഥലത്ത് നെഞ്ചപ്പ റോഡ് വഴി സാധനം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് പോയി കടയിൽ പോയി ഉള്ള അത്യാവശ്യം തമിഴ് അറിയാം, അതിൽ ചോദിച്ചു ഞാൻ. അവർ ഇന്ന റേറ്റാണ്, ചെറിയ റേറ്റ്, ഒരു 6 രൂപ 5 രൂപ ഡൈൻ്റെ സെറ്റ് റേറ്റുള്ളൂ. പിറ്റേ തന്നെ വീട്ടിലേക്ക് വന്നു. പൈസ പെങ്ങളുടെ ഗോൾഡ് വെച്ചിട്ട് ഫസ്റ്റ് അത് കടം വാങ്ങി ഗോൾഡ് വെച്ചിട്ട് സാധനം വാങ്ങിക്കൊടുന്നു. പക്ഷേ ഇത് എവിടെ കൊണ്ടേ സെറ്റ് ചെയ്തു? എൻ്റെ വീട്ടിന് മുമ്പ് തന്നെ ഞാൻ സെറ്റ് ചെയ്തു. വീട്ടിന് സെറ്റ് എടുത്ത് ഞാൻ അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് ഒരു ടീമിനെ പൈപ്പ് അവിടെ ഇറക്കിയിട്ട് ഞാൻ തന്നെ രാവിലെ മോർണിംഗിന് കട്ട് ചെയ്യും, ഞാൻ തന്നെ അടിച്ചിട്ട് തോളിൽ വെച്ചിട്ട് ഒരു 50 കിലോക്കെ വരില്ല. എൻ്റെ നാട്ടുകാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ബാക്കിൽ ശരിക്കും ഇരുമ്പാണ്, ശരിക്കും നമ്മുടെ തോളിൽ വെച്ചിട്ട് നമ്മുടെ ബസ്സിലാണ് ആദ്യം എൻ്റെ ഫസ്റ്റ് ജീവൻ എന്ന് പറയുന്നത്. ബസ്സിൽ സപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ച് പുറകിൽ വെച്ച് കൊണ്ടുപോയാലായിരുന്നു. കടകളിൽ ചെന്നപ്പോൾ ഇത് വാങ്ങിയോ? വാങ്ങി ഡിമാൻഡുള്ള സാധനമാണല്ലോ വാങ്ങിച്ചവർ. ആവശ്യമുള്ള സാധനം. അപ്പോൾ ക്യാഷ് തരുമോ അതോ ക്രെഡിറ്റ് ആണോ? അത് ക്രെഡിറ്റ് തന്നെയാണ്, ചെറിയ ക്യാഷ് തരും. എന്നാലും നമ്മുടെ കാര്യങ്ങൾ കുഴപ്പമില്ല. നമ്മളൊരു കൈത്തോലി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹെവി വർക്ക്, നമ്മൾ വാർക്ക പണിക്ക് പോകുന്ന ആ ഒരു ഹെവി വർക്കുകൾ നമ്മൾ ചെയ്യുന്നതാണ്. അത്രയും ബെനിഫിറ്റ്. ഇത് എവിടെയൊക്കെയാണ് സപ്ലൈ ചെയ്തിരുന്നത്? നമ്മുടെ ആ ചുറ്റുവട്ടത്ത് ഇപ്പോൾ തിരൂർ എല്ലാം, താനൂര്, അതുപോലെ തന്നെ പരപ്പനങ്ങാടി, അങ്ങനെ കോട്ടക്കൽ, വളാഞ്ചേരി, നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ട് ആ ഭാഗത്താണ് സപ്ലൈ. അതൊരു ചെറിയ ഉൽപ്പന്നമാണ്, ലോ വാല്യൂ ഐറ്റം. രക്ഷപ്പെടാൻ പറ്റും? ഇല്ല ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അടുത്തതിലേക്ക് സത്യത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിൽ ചെറിയ ഇടി വന്നു. കാരണം ആ സമയത്താണ് PVC-യുടെ ഒരു രംഗപ്രവേശനം. നമ്മുടെ പൈപ്പ് എല്ലാം പണ്ട് ഇരുമ്പായാലും കട്ടടിക്കുന്ന PVC-യിലേക്ക് മാറി. ഇത് ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ അതങ്ങനെയുണ്ട് നിന്ന് കുറേണ്ട് ഒറ്റയടിക്കുന്നു. അങ്ങനെ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യണമല്ലോ, നമുക്കിത് തലക്ക് പിടിച്ചിരിക്കല്ലോ, എന്തെങ്കിലും ചെയ്യണത്. ഞാൻ ഈ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോണ്ട് നമ്മുടെ വെറുതെ ഒന്ന് മുകളിലേക്ക് നോക്കിയാണ്. അപ്പോൾ ഫാൻ നമ്മുടെ തൂക്കുന്ന ഹൂക്സ് ഉണ്ടല്ലോ, നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ തൊട്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഹൂക്സ്, അന്ന് റെസ്റ്റ് പിടിച്ചിരിക്കുന്നത് ശരിക്കും കണ്ടപ്പോൾ. അത് ഇരുമ്പിൻ്റെ ആണ്. അപ്പോൾ അത് ഇത് വലിയ അപകടമാണുള്ളത്, കുട്ടികളൊക്കെ താഴെ വീണ് ആകെ ബുദ്ധിമുട്ടാവല്ലോ. ഇതിനെന്ത് സൊല്യൂഷൻ? ഇത് നമുക്ക് എന്ത് സൊല്യൂഷൻ? ഒരു റെസ്റ്റ് പിടിക്കാതിരിക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കി അന്വേഷിച്ചപ്പോഴാണ് ഇത് എന്തുകൊണ്ട് നമുക്ക് SS ഹൂക്ക് ഉണ്ടാക്കിയാൽ പറ്റില്ല, സ്റ്റീലിൽ. അങ്ങനെയാണ് എന്ത് ചെയ്ത് ഇതിനെ പറ്റി അന്വേഷിച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് എന്ത് എനിക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടെ തുടങ്ങിയിട്ട്. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് SS-ൻ്റെ ഹൂക്സ് ഇറക്കുന്നത്. ഞാനാണ് ഇത് ആദ്യമായിട്ട് ഇറക്കുന്നത്. അതൊരു പ്രോബ്ലം കണ്ടപ്പോൾ സൊല്യൂഷൻ കിട്ടി. ഭയങ്കര വിജയമായിരുന്നു ബിസിനസ്. അപ്പോൾ അത് എങ്ങനെ സ്വന്തമായി നമ്മളെ ഒരു പണിക്കാരെ വെച്ചിട്ട് നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് അയാളെ വെച്ചിട്ട് വളച്ചിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു, ഇതാക്കുന്നു. കൃത്യ റെഡി പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് പ്രോഡക്റ്റ് എവിടെ നിന്നാണ് വരുന്നത്? പ്രോഡക്റ്റ് നമ്മൾ ആദ്യം എറണാകുളത്ത് നിന്ന് എടുത്തു, ചെന്നൈയിൽ നിന്ന് എടുത്തു, മുംബൈയിൽ നിന്ന് എടുത്തു.
അപ്പോൾ അവിടെ സ്റ്റീൽ വരും, നമ്മളത് കൊടുക്കും. നമ്മൾ അപ്പോൾ അപ്പോഴേക്കും ഇത് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വന്നോ? എൻ്റെ പിന്നെ 3 പേരുണ്ടായിരുന്നു. അന്ന് അപ്പോൾ 3 എംപ്ലോയി ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ 4 പേരും കൂടിയിട്ട് കുഴപ്പമില്ലാണ്ട് പോയി. അത്യാവശ്യം പൈസ കിട്ടി, കുഴപ്പമില്ലാണ്ട് പൈസ കിട്ടി അത്യാവശ്യം. അതുകൊണ്ട് എന്താ വണ്ടിയൊക്കെ വാങ്ങിച്ചോ? വണ്ടി വാങ്ങിച്ചു. അപ്പൊ ചെറിയ മുതലാളിയായി. ചെറിയ മുതലാളിയായി. പക്ഷെ എവിടെയും നമ്മൾ ഈ വളർച്ചയിലാണ് ഒരു തളർച്ച, തിരിച്ചടിയൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? എന്തായിരുന്നു കാരണം അന്നത്തെ സമയത്ത് നമ്മൾ ചെറുപ്രായമല്ലോ, ഡോക്യുമെന്റേഷനും പ്രോപ്പറും എന്നല്ല ഇതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതല്ല. സാധനം നമ്മൾ കൊണ്ടിരുന്നു, ഇങ്ങോട്ട് തരുന്നത്. അതിൽ ഒരു അന്നത്തെ കാലത്തുള്ള ഒരു KGSന്റെ ഇഷ്യൂ നമ്മൾ രജിസ്റ്റർ ചെയ്തത് നമുക്ക് വളരെ വെച്ചിട്ട് ഒന്നും അറിയില്ല. പിടിച്ചു, ചെക്ക് പോസ്റ്റിൽ പിടിച്ചു. അങ്ങനെ അത് സ്റ്റക്കായി, നിന്നുപോയി. കാരണം വലിയൊരു എമൗണ്ട്. കാരണം ഇവിടെ റോളിംഗ് ആണല്ലോ ബിസിനസ് ചെയ്തത്. അപ്പം നമ്മൾ വലിയ ലക്ഷങ്ങൾ കൊണ്ട് വന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ ചെറിയൊരു ഫാമിലിയിൽ നിന്ന് അതുണ്ടാക്കി അന്നം വെച്ചുണ്ടാക്കിയ ഒരു കാശോട് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് അറിവില്ല, പ്രായമാണ്. പക്ഷെ ആ സമയത്ത് നഷ്ടം വന്നു. ഏകദേശം 4 ലക്ഷം രൂപ ആ കാലത്ത് നഷ്ടം വന്നു. പക്ഷെ അത് വലിയ എമൗണ്ട് ആണ്. ആ കാലത്ത് വലിയ എമൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഇനി സൊല്യൂഷൻ മോഡൽ ഇപ്പോൾ അങ്ങനെ വീട്ടുകാരൊക്കെ പറഞ്ഞു, ഇതിപ്പോൾ രക്ഷപ്പെടേണ്ട എന്താ വഴി, ഇത് കടം വീടണമല്ലോ. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ച് ഇനി കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, പക്ഷേ ഗോൾഡും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഡൗറി ഉണ്ടായിരുന്നു, മറ്റേ സ്ത്രീധനായിരുന്നു, വാങ്ങിച്ച് കടം വിടാറ്. ഞാൻ പറഞ്ഞു ഞാൻ സ്ത്രീധനം വാങ്ങിയില്ല പറഞ്ഞു. അപ്പോൾ ആ ഒരു അധ്യായം അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഈസി ആയിട്ട് ഡൗറി വാങ്ങിച്ച എല്ലാ പ്രശ്നം തീർക്കരുത്. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം എന്താ പറയുക സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കില്ല പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ നീ തന്നെ തീരുമാനിക്കുന്ന പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പണ്ട് ഹൂക്സ് കൊടുത്ത ഒരു ഷോപ്പിൽ പോയിട്ട് പറഞ്ഞു എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞു. ഇനി ജോലി എന്നെ ചെയ്തു നോക്കാം, നമുക്ക് വേറെ വഴിയില്ല. അപ്പം എന്നോട് ചോദിച്ചു എന്ത് ജോലി ചെയ്യുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തും ചെയ്യും, എനിക്ക് പൈസ ആവശ്യമാണ്, ഞാൻ എന്തും ആത്മാർത്ഥത ചെയ്യുന്നവർ. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഡ്രൈവറിൻ്റെ വേക്കൻസി ഉള്ളത് പറഞ്ഞു, ഈ പെട്ടി ഓട്ടോറിക്ഷയിൽ. അന്നായിക്കോട്ടെ പറഞ്ഞ് ഡ്രൈവറാന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അവിടെ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇന്നും ഞാൻ എന്താ വെച്ചാൽ എന്ത് ജോലി ചെയ്യണമെങ്കിലും അത് ഏറ്റവും ടോപ്പായി ചെയ്യാം. സെയിൽസിന് ഏറ്റവും ടോപ്പ് സെയിൽസ്മാൻ, ഈ ഏറ്റവും നല്ല എൻ്റർപ്രണേഴ്സ്. അന്ന് എൻ്റെ ജോലി അത് തന്നെയായിരുന്നു. ഞാൻ ഏറ്റവും ടോപ്പ് ഡ്രൈവറാകുന്നുള്ളായിരുന്നു. എൻ്റെ വണ്ടിയിൽ സാധനം കയറ്റിയാൽ ഞാനെന്താ വെച്ചാൽ അത് ഞാൻ തന്നെ അൺലോഡിങ് ചെയ്യും. ഈ സ്റ്റീൽസ് ആണെങ്കിലും അതുപോലെ തന്നെ സിമെൻറ്റ് ചാക്കാണ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് അൺലോഡ് ചെയ്യും. അപ്പോൾ എഞ്ചിനീയേഴ്സിനും കോൺട്രാക്ടറിന് ഭയങ്കര ഇഷ്ടം എന്നോട്. ഷിയാബുദ്ദീൻ്റെ വണ്ടി വിളിച്ചാൽ മതി. അപ്പോൾ ഷിയാബ് വണ്ടി ഓട്ടം കുഴപ്പമില്ല, 3 പേരുടെ പണിയെടുത്തോളൂ. കാരണം 2 ബെനിഫിറ്റ് നമുക്കുണ്ട്. കാരണം ഒന്നുള്ളത് നമുക്കെന്ത് കറക്റ്റ് വാടക കിട്ടും, കൂടാണ്ട് നമുക്ക് ടിപ്സും കിട്ടും. അതെ. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 3 മാസം ടോപ്പായിട്ടുള്ള ഡ്രൈവറായി. പിന്നെ ഡ്രൈവർ സൂപ്പർവൈസർ എന്നുള്ളത് ആ കമ്പനിയുടെ മാനേജറാകാൻ പറ്റി. വെരി ഗുഡ്. അങ്ങനെ മാനേജർ പോസ്റ്റ് എത്തി. അപ്പോഴേക്കും മുതലാളി മുതലാളിക്ക് തന്നെ എല്ലാം അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഉണ്ട്. അടുത്ത വലിയൊരു പ്രോജക്റ്റ് തന്നെ മുതലാളി ഏൽപ്പിച്ചു. എന്തായിരുന്നു? ഒരു ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ വലിയൊരു കൺസോൾട്ടേറ്റിലെ വലിയൊരു 1-2 അതായത് വലിയൊരു പ്രോജക്റ്റ്. ബിൽഡിംഗ് മെറ്റീരിയൽ തന്നെ ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുള്ളൊരു നല്ല പ്രോജക്റ്റ് തന്നെ ഏൽപ്പിച്ചത്. ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. പക്ഷെ എല്ലാവരും അതിലേക്ക് പാർട്ണർ ആക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് സെലൻ പാർട്ണർ നമ്മൾ ജെന്യൂൻ ആയിട്ട് തന്നെ എല്ലാവരും പാർട്ണർ ആക്കുന്നത് തീരുമാനിച്ച്. പക്ഷെ അന്ന് ആ സമയങ്ങളിൽ ശരിക്കും ഒരു പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് 20 പേരെ ഉൾക്കൊള്ളാമല്ലോ മിനിമം വേണം. അപ്പോൾ നമ്മുടെ മുതലാളി എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണത് പിന്നെ ഒരു എല്ലാവരും ഉൾക്കൊള്ളുന്ന പറയും. അങ്ങനെ ഞാൻ അന്വേഷിച്ച് എറണാകുളത്ത് നമ്മളാണ് ഇങ്ങനെ LLP എന്നുള്ളൊരു എൻ്റെ മനസ്സിൽ വന്നിട്ട് വളരെ കുറഞ്ഞ ആളുകൾ ആ 2010 ഉള്ളു അതിൽ. അങ്ങനെ LLP ഫോൺ ചെയ്തു. എനിക്കതിൽ ഇതുവരെ നല്ലൊരു അച്ചീവ്മെൻ്റ് നടത്താൻ പറ്റിയതിൽ. അപ്പോൾ അതിൽ LLPയിൽ ഞാൻ അതിൽ MD ആയി മാറി. അപ്പോൾ ഡ്രൈവറായി വന്ന അവസാനം ഞാൻ MD ആയി. വെരി ഗുഡ്. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അതിൽ ഫോക്കസ്ഡ്, ആ ഫോക്കസ് പോയാലാണ് നമ്മുടെ അതുകൊണ്ട് ഔട്ടായി. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ആ കമ്പനിയുടെ MD ആയി. അപ്പോൾ അതങ്ങനെ എത്ര നാളങ്ങനെ പോയി? ഒരു 6-7 വർഷം അങ്ങനെ തന്നെ പോയി. 6-7 വർഷം അങ്ങനെ പോയി. ആ സമയത്ത് ഞാൻ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ കടകളും വീട്ടിൽ ആഗ്രഹം പോലെ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, അത് സ്വന്തം സ്ഥാപനമല്ല, കൺസോർഷ്യം, കുറേ ആളുകളുടെ സ്ഥാപനം. അപ്പോഴും അവിടെയൊക്കെ ഒരു സ്വന്തമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ട്. അത് നമ്മുടെ അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എടുത്തത് സ്വന്തമായിട്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അലിബായ് സുഹൃത്തു കൊണ്ടാണ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. പക്ഷെ അത് അവരുടെ ബിസിനസ് വളരെ കേരളത്തിൽ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് അത് ബാത്ത് വെയർ പ്രോഡക്റ്റുകളാണ്, ടാപ്പ് ഐറ്റംസ് ആയിരുന്നു കമ്പനിയുടെ പ്രമുഖ കമ്പനിയുടെ.
പക്ഷെ അവർക്ക് ആ ഒരു പ്രോഡക്റ്റിന് കേരളത്തിൽ 0 ആയിരുന്നു. പക്ഷെ നമ്മളെ പ്രതീക്ഷ എന്ന് വെച്ചാൽ എന്ത് കിട്ടിയാലും ചെയ്യുക എന്നുള്ളതാണ്. അത് മുന്നോട്ടേക്ക് തന്നെ എന്നുള്ളതാണ്. അത് നമ്മൾ തീരുമാനിച്ചാൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും ടോപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയതിൽ നല്ല ഡിവിഷൻ മാർവാഡീസിൻ്റെ ഒക്കെ എല്ലാവരും എന്നല്ല, ചില ആളുകളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും അവരുടെ അവരുടെ മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് കൊണ്ടാണ് പ്രോഡക്റ്റ് രക്ഷപ്പെടുന്നത്, പണിയെടുത്തവർ. അപ്പോൾ ഇവിടുന്ന് പല ആളുകളും കോൾ ചെയ്യും, ഈ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണമെന്ന്. ഇതൊക്കെ നമ്മൾ പണിയെടുത്തിട്ടാണ് ഈ മാർക്കറ്റ് ഉണ്ടാക്കി ഇവിടെ അറിയില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ കമ്പനിയുടെ ആളെന്ന് പറഞ്ഞ് നിങ്ങളുടെ ടാർഗറ്റ് ഇനിയും ഇതിൽ വലിയൊരു എമൗണ്ട് പറയും, ഇതാണ് നിങ്ങളുടെ മാസം, ഈ അടുത്ത മാസം നിങ്ങളുടെ ടാർഗറ്റ് ഇത്രയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ഇരട്ടിയാക്കി. ഓ, ഒറ്റടിക്ക് പറ്റാത്ത നമ്മളെ കൊണ്ടൊരിക്കലും പറ്റാത്ത. അപ്പം അതിനർത്ഥം ഒഴിവാക്കുന്നതായിരിക്കാം. അവർ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ വേറെ ആൾ റെഡിയാന്നുള്ളത്. അപ്പം മനസ്സിലായി നമുക്കൊരു ട്രാപ്പാണെന്നുള്ളത്. അപ്പോൾ അത് വിട്ടു. അതിൽ ചെറിയ ക്യാഷിലൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മനസ്സിൽ അത് ചെയ്യാന്നുള്ളത്, എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ടേക്ക് തന്നെ, അത് ബാക്കിലേക്കില്ലല്ലോ. നമുക്ക് തോന്നി ഇനി എന്തുകൊണ്ട് നമുക്കതൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഇടയിക്കൂടാ. അപ്പോൾ അതിന് ബ്രാൻഡിന് പ്രസക്തിയായി, കാരണം ഒരാളുടെ ബ്രാൻഡ് പ്രശ്നമുള്ളൂ. ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ആസ്കോ എന്നുള്ളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. ആസ്കോ എന്തായിരുന്നു പ്രോഡക്റ്റ്? അതും ഇതിൻ്റെ ബാത്തുവറാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്ത അതേതിനെക്കാട്ടി വോളിയം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നീട്. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഇഷ്യൂ വന്നു. ഇതിൻ്റെ രജിസ്ട്രേഷൻ ട്രേഡ് മാർക്ക് ഇഷ്യൂ വന്നു. ആസ്കോൻ്റെ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ചെറിയൊരു റിജക്റ്റ് വന്ന് ഒഴിവാക്കി. അപ്പോൾ നമ്മളൊരു ബ്രാൻഡ് പിന്നെയും പിന്നെ തുടങ്ങണം. അപ്പോൾ പിന്നെ തോന്നി എനിക്ക് ഏതായാലും സ്വന്തമായിട്ട് വെക്കാന്നുള്ളത്. അങ്ങനെയാണ് സോയോ എന്നുള്ള എൻ്റെ ഒരു കമ്പനിയുടെ ഒരു പേര്. ഞാൻ എപ്പോഴും പേരിടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടേ ഇടുള്ളൂ. കാരണം അത് നമുക്ക് ഒരു ആളുകൾക്ക് അത് തോന്നണം. അത് എന്താണെന്ന് വെച്ചാൽ അത് ഒരു വലിയ പേരൊക്കെ ഇടുന്നത്. എന്താണ് ഈ സോയോ എന്ന് പറയുന്നത് ബാത്ത്വെയർ പ്രൊഡക്റ്റുകളാണ്, സാനിറ്ററി ഉൽപ്പന്നം. ZOYO കേൾക്കാനും ഇമ്പമുള്ളൊരു സോയോ. അത് രജിസ്റ്റർ ചെയ്തു. ഓക്കെ. അപ്പോൾ ആ സമയം പാർട്ട്ണർ ഉണ്ടോ അതോ ഒറ്റയ്ക്ക്? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക്. സോയോയുടെ തുടക്കം എങ്ങനെയാണ്? എന്ത് പ്രോഡക്റ്റ് വെച്ച് എവിടെ നിന്നാണ് ഈ തുടക്കം? 2 ക്ലോസറ്റും ഒരു കാറിന് ഡിക്കും i20. ഓഫീസൊന്നുമില്ല. ഇതാണ് എൻ്റെ ഓഫീസ്. ആദ്യത്തെ ഓഫീസ് എന്ന് പറയുന്നത് എൻ്റെ വണ്ടിയുടെ ഡിക്കിയാണ്. എനിക്കവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് എന്ത് റിസോഴ്സ് ഇപ്പം ഉണ്ടെന്നില്ല, എന്തുള്ള നമുക്ക് AC ഓഫീസ് ഉണ്ടാവില്ല, തുടക്കം കുറിക്കുക. നമുക്ക് എന്ത് റിസോഴ്സാണ് അത് വെച്ച് തുടക്കം കുറിച്ചാൽ ബാക്കിയുണ്ട്. മാർക്കറ്റിൽ പോയി പല ആളുകൾ എന്നെ നീ അതിൻ്റെ MD അല്ലേ, നീ എന്തിങ്ങനെ ഇറങ്ങി ഒരു ക്ലോസറ്റൊക്കെ എടുത്ത് നീ വിജയിക്കും, ഭയങ്കര ഞാൻ വിജയിച്ചിരിക്കും, അതിൻ്റെ ഒരു പാഷനാണ്, ഞാൻ മുന്നിലേക്ക് തന്നെ പറയുന്നത്. പക്ഷേ പിന്നീട് കാലങ്ങൾ വന്നപ്പോൾ അവരൊക്കെ എൻ്റെ കസ്റ്റമറായും ചെയ്ത്. വെരി ഗുഡ്. അപ്പം അതിൻ്റെ വളർച്ചയുടെ പാത എങ്ങനെയായിരുന്നു? പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീടാണ് ഞാൻ പോകുന്ന സമയത്താണ്, കുഴപ്പമില്ലാതെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ നാടും നഗരമൊക്കെ ഒറ്റടിയിലെത്തി കൊറോണ വരുന്നത്. ആ സമയമാണ്. അപ്പോൾ ആ സമയം ഒന്ന് പച്ചപിടിച്ചിട്ടാണ് എല്ലാം സ്റ്റാൻഡ് സ്റ്റിൽ. ഈ സമയം കൊണ്ട് കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് കല്യാണം കഴിഞ്ഞു. നേരെ തന്നെ കല്യാണം കഴിഞ്ഞു അവിടെ. വെരി ഗുഡ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു കൊറോണ സമയം? ആ സമയത്ത് ഞാൻ ആദ്യം 2 ദിവസം ഞാൻ എൻ്റെ ഓഫീസും കാര്യമുള്ളൂ, ഞാൻ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്ത് ഒരു ചെറിയൊരു ഓഫീസ് എടുത്തു. ഞാൻ സാധാരണ വെറും കൊറോണയ്ക്ക് വളരെ കുറഞ്ഞ ലീവ് എടുത്തോളം ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ സുഹൃത്തുണ്ട്, പുള്ളി ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. പുള്ളിയുടെ അന്വേഷണം ഒരു പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ എന്നുള്ളൊരു പാസ്സൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് എനിക്ക് സഞ്ചരിക്കാൻ പറ്റി. ഞാൻ ആ ഓഫീസിലിരുന്നിട്ട് ഞാൻ സാധാരണ ലെവലിൽ വീട്ടിൽ 10 മണിക്ക് ഇറങ്ങും, ഓഫീസിൽ പോകുന്നു. അന്ന് ഫുള്ളും ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യും. എൻ്റെ ഓഫീസിൽ വന്ന് ഇപ്പോഴും കാണാതെ കറക്റ്റായിട്ടത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ന അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ ഇതൊക്കെ ഫുൾ പ്ലാനിങ്ങിലാണ്. സത്യത്തിൽ നമ്മളൊന്നും ക്യാഷ് ഇല്ല എങ്കിലും കോടികളുടെ പ്ലാനിങ് ആയിരിക്കും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായാലും. പക്ഷേ എല്ലാവരുടെയും കച്ചവടം കുറഞ്ഞു. പക്ഷേ അവിടെ ഒരു അവസരവും ഇല്ലേ? അവസരമുണ്ട്. എന്തായിരുന്നു അത്? സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ സെറാമിക് ഉൽപ്പന്നം എന്നുള്ള പക്ഷേ ഡിമാൻഡ് പ്രോഡക്റ്റ് ആവശ്യമുള്ള നമ്മുടെ നാട്ടിൽ ഒരു 50% അല്ലെങ്കിൽ 40% പുറത്തുനിന്ന് വരുന്ന പ്രോഡക്റ്റുകൾ വിദേശ രാജ്യം സാധനം. ആ സമയത്ത് അവിടെ നിന്നു ഷിപ്പിംഗ് ഒന്നും. പക്ഷെ അതിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നിട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സത്യത്തിൽ ഓപ്പർച്യൂണിറ്റി. എനിക്ക് ആ സമയത്ത് ഗുജറാത്തിലുള്ള ഒരു കമ്പനിനെ വിളിച്ചറിയാണ്. അവർക്ക് അവിടെ ഈ ഒരു 5 കണ്ടെയ്നർ ഓൾറെഡി ഒരു ആഫ്രിക്കൻ ടീമിൽ ടൈപ്പ് ആയി വെച്ചിരുന്നു. എല്ലാ കൺസ്യൂമർ റെഡിയാണ്. ആ സമയത്താണ് അവിടെ ലോക്ക്ഡൗൺ വന്നിട്ട് സ്റ്റക്കായി കിടക്കുന്നത്. ഇത് ഒന്ന് വിറ്റുതരുമെന്ന് വെച്ചിനോട്. ഓക്കെ. ഞാനാണെങ്കിൽ എന്തൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലേ ശരിക്കും ഞാൻ എൻ്റെ അടുത്ത് കുറേ കസ്റ്റമർ ഡാറ്റകളുണ്ടല്ലോ. ഞാൻ എല്ലാവർക്കും പറയുന്നതാ, ഈ എല്ലായിടത്തും ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും കസ്റ്റമർ ഡാറ്റ എൻ്റെ അടുത്തുണ്ട്. ഞാൻ വിത്തിൻ ഒരു 1 വീക്ക് കൊണ്ട് അവിടെ എല്ലാ കണ്ടെയ്നറും ഞാൻ വിറ്റ് കൊടുത്തു. കാരണം ചെറിയ പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ഉള്ളെങ്കിലും പക്ഷെ അത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഫോണിൽ കൂടെ കാര്യങ്ങൾ അയക്കും. പ്രോഡക്റ്റ് അവിടെ നിന്ന് അവർ നമുക്ക് മീൻസ് അവിടുന്ന് അവർ നമ്മോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇത്ര സാധനമുണ്ട്, അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ അയച്ചു തന്നു.
ഞാനെന്തത് ഇവിടെ നമ്മുടെ സെല്ല് ഇവിടെ അയച്ചു കൊടുത്തു. അവർ ഓക്കെ ആയിട്ട് അവരുടെ ഡീലും കാര്യങ്ങളും ചെയ്തു. അപ്പോഴും സോയിലോട്ട് തിരിച്ചു വരാം. ഇനി അടുത്ത പടി സ്റ്റക്കായി നിൽക്കുകയാണ്. ഒന്നിക്കൽ എനിക്ക് ഇനി ഗുജറാത്തിലെത്തിയ ഇവിടെ ഡിമാൻഡുണ്ട്, പ്രൊഡക്റ്റ് ഡിമാൻഡുണ്ട്. പക്ഷെ എനിക്ക് ഗുജറാത്തിൽ പോയാലേ എനിക്ക് ബിസിനസ്സിന് എന്തെങ്കിലും അടുത്ത പ്രൊഡക്ഷനും കാര്യം ചെയ്യാം. പക്ഷെ അവിടെ ആണെങ്കിൽ ഗുജറാത്തിൽ പോകാന്ന് പറഞ്ഞാൽ ഈ കൊറോണ പീക്കിൽ നിൽക്കുന്ന സമയം. ഭയങ്കര പീക്കുന്ന ഭയങ്കര പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ പറ്റില്ല. ചില അവിടുന്ന് നമ്മുടെ ശരിക്കും മയ്യത്തുകളൊക്കെ അല്ലെങ്കിൽ ഒന്നായിട്ട് കൂട്ടി കത്തിക്കുന്ന ഒരു അവസ്ഥ ഗുജറാത്തിൽ നമ്മൾ കണ്ടതാണ്. ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷനാണ്. അന്ന് ആ സമയത്താണെങ്കിൽ എൻ്റെ ടിൻസ് 2 പേര് അന്ന് പ്രസവിച്ചിട്ട് അവർക്ക് ആകെ 1 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ 2 പേരും വൈഫാകും. ഞാൻ വൈഫിനോട് പറഞ്ഞു ഒന്നിക്ക് നമുക്ക് ഞാൻ ഗുജറാത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞ് ബുദ്ധിമുട്ടി, എന്താണ് TV തുറന്നാൽ കാണുന്നതാണ്, പേപ്പറിലാണ്. ഞാൻ ഒന്നിക്ക് ബിസിനസ് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. മുന്നോട്ട് പോകണം, ഞാൻ പോയേ പറ്റൂ. അപ്പോൾ ഞാൻ അവിടുന്ന് അപ്പോൾ അവനെ വൈഫിന് ചെറിയൊരു എന്താ മനസ്സോടെ എന്നോട് ഒരു മൗനം അനുവാദം നിന്ന്. ഞാൻ നേരത്തെ നമ്മളെ CEO ആണ് ബഷീർ പിള്ളയെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഫാക്ടറിയുടെ അവിടെ സംസാരിച്ചു. പക്ഷേ അവൾക്ക് ഇങ്ങോട്ട് കയറുന്നത് ചോദിച്ചു. ഞാൻ വരണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന വൈകാരം ഞാൻ എത്തി പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ തിരൂർ പോയിട്ട് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നേരെ സ്റ്റേഷനിൽ പോയി. ഓക്ക എക്സ്പ്രസ് 11:45 രാത്രി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയ സമയത്ത് ആകെ ഉള്ളത് 4 നായ്ക്കളും കുറച്ച് RPFന്റെ ആൾക്കാരുണ്ട്. ആ ആരെങ്കിലും ഉണ്ടായിരുന്നു റെയിലിന് ഒരു ബോഗിൽ 4-5 പേര് അത്രേ ഉള്ളൂ. കാരണം ഭക്ഷണമില്ല, വെള്ളമില്ല, എവിടെയില്ല, ഇവിടെ ഒന്നുമില്ല. പിന്നെ അവിടെ വരെ പോയി നമ്മൾ നേരെ രാജ്കോട്ട് വരെ പോയി. അവിടെ വരെ എത്തി. അവിടെ വരെ 36 മണിക്കൂർ യാത്ര. നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു യാത്ര. നമ്മളൊരു എന്താ പറയുക മരിക്കാതല്ലേ. ശരി, അവിടെ ഇറങ്ങിയിട്ട് സംഭവം നേരെ സമയം എൻ്റെ കറക്റ്റായിട്ട് എൻ്റെ CEO വന്നതിനെ കൂട്ടിക്കൊണ്ട് റൂമിൽ പോയി. അങ്ങനെ നേരെ പിറ്റേ ദിവസം ഫാക്ടറിയിൽ പോയപ്പോൾ ആ സമയത്താണ് അവരുടെ ഭയങ്കര അത്ഭുതം. കാരണം ഇങ്ങനെ ഒരു മലയാളി ഇവിടെ വരുന്ന ഈ സമയത്ത് എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയം ഞാൻ അങ്ങോട്ട് എത്തേനെ. അങ്ങനെ അയാളിനെ വളരെ സന്തോഷത്തിനത് സ്വീകരിച്ചു. ഞാൻ പണ്ടൊക്കെ പോയ ആ ഫാക്ടറിയിൽ ക്യൂ ആയിരുന്നു. കാരണം എന്നൊന്ന് കാണാൻ അനുവദിച്ചില്ല. കാരണം ആ തമിഴ് പല എല്ലാ സ്റ്റേറ്റ് വലിയ വലിയ കസ്റ്റമർ നമ്മളൊക്കെ ഈ സമയത്ത് ഞാൻ പോയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഇവിടെയുള്ള മെറ്റീരിയൽസൊക്കെ ഞാൻ വിറ്റരാന്ന് പറഞ്ഞു. അതൊരു തുടക്കമായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. അപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരു ആശയം, അതൊരു കൊളാബ് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. കൊളാബ് ചെയ്യുന്നുള്ളൂ. അപ്പം മീൻസ് എന്നെപ്പോലുള്ള ഒരുപാട് സപ്ലൈസ് കേരളത്തിലുണ്ടാവുമല്ലോ, അവർക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ് കൂടി എന്ത് ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ എടുക്കുന്ന കണ്ടെയ്നറിൽ കൊളാബ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഇവിടെ സെയിം പ്രൈസ് തന്നെ അവർക്ക് എന്തെങ്കിലും മെറ്റീരിയൽ എത്താൻ പറ്റും. അപ്പോൾ ഷിഹാബിന് ഇത്ര പീസ് വേണം, അവർക്ക് അത്ര പീസോ, ഇതെല്ലാം കൂടി കൊളാബ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ അതിൽ ഈ വാഹനത്തിൻ്റെ നമുക്ക് വരുന്ന ചാർജുകൾ അപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ മിനിമം നമുക്ക് 400 പീസ് വലിയൊരു 40 ഫീറ്റ് കണ്ടെയ്നർ വരാറുള്ളത്. ഇപ്പോൾ ഇവിടെ ശരിക്ക് ഇവിടെ ഒരു 50 പീസാർക്ക് ഇങ്ങേർക്ക് ചിലപ്പം പിന്നെ ഷോർട്ടുള്ളത്. ഇങ്ങനെ ചിലപ്പോൾ 400 പീസ് ചെയ്യാറായിരിക്കും അത്രയും എമൗണ്ട്. അപ്പോൾ ഞാൻ ആ പുള്ളി എനിക്ക് 50 പീസ് അല്ലെങ്കിൽ 100 പീസ് ഉണ്ടെങ്കിൽ എൻ്റെ ഇതിനെ കൊളാബ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തെ റൈറ്റിന് കിട്ടും. അപ്പോൾ കോമ്പറ്റീഷൻ അല്ല, അവിടെ കൊളാബറേഷൻ ചെയ്തു. അത് വർക്കായി അതിന് സമയം ചെയ്യാൻ പറ്റിയ സമയമുണ്ട്. ആ സമയത്ത് ഞാൻ ഇന്ന് സത്യത്തിൽ ഒരു അങ്ങനെ 30ഓളം ബ്രാൻഡുകൾക്ക് എനിക്ക് സാധനം കൊടുക്കാൻ പറ്റി. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഇപ്പം ഞാൻ എന്താ ചെയ്തത്, എൻ്റെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും 12ഓളം ഡിസ്ട്രിക്റ്റിൽ ഞാൻ വെയർ ഹൗസ് സ്റ്റാർട്ട് ചെയ്തു. വെയർ ഹൗസുകൾ സ്റ്റാർട്ട് ചെയ്തു. നേരെ മെറ്റീരിയൽ വരുന്നു. ഇപ്പോൾ സാധാരണ നിലയിൽ ഇവിടെ ഒരു സപ്ലൈസ് ആണെങ്കിൽ അവർക്ക് ഗുജറാത്തിൽ നിന്ന് വരണമെങ്കിൽ 1 മന്ത് എന്തായാലും പിടിക്കുക. അത് പ്രൊഡക്ഷന് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടെത്തുന്ന സമയം 15 ദിവസം പ്രൊഡക്ഷൻ, 10-12 ദിവസം ട്രാവലിംഗ് നടക്കുക. ഇപ്പം നമ്മുടെ അവർ തരുകയാണെങ്കിൽ വിത്തിൻ 2 days മെറ്റീരിയൽ അവിടെ എത്തി സെയിം പ്രൈസിൽ. അപ്പോൾ ഈ ഫാക്ടറിയുമായി നിങ്ങളുടെ ടൈപ്പായി ഫാക്ടറിയിലുള്ള ഉൽപ്പാദനം എത്ര ശതമാനം നിങ്ങൾ ഫുള്ള്? ഞങ്ങൾ ഏകദേശം 80% 85% നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വെയർ ഹൗസുകളിലേക്ക് ഈ സാധനം വരുന്നു. കേരളത്തിൽ ആരെങ്കിലും അവരുടെ ബ്രാൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും എത്ര പീസ് വേണം കൊടുക്കാൻ പറ്റും. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റി. അതിനോടൊപ്പം സോയ വളർന്നു സാറേ. സോയ ഞാൻ എൻ്റെ സ്വപ്നം അതായിരുന്നു. അത് നമുക്ക് ഒരു 100 ഷോറൂം തുടങ്ങുക എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. വെരി ഗുഡ്. അപ്പം അതിലേക്ക് ഞാൻ എന്ത് തന്നെ വലിയ അപ്പം ഞാൻ സോയ തുടങ്ങിയ സമയത്തിന് പല ആളുകളോട് ഞാൻ അവരോട് സംസാരിച്ചു, നമുക്കിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സോയയുടെ ഫ്രാഞ്ചൈസി എടുക്കുക എന്നുള്ളത്. പക്ഷെ പല ആളുകളും അതിനെ വിസമ്മതിച്ചു. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത് സക്സസ് ആക്കിയാലും മറ്റുള്ള എടുക്കണം എന്നുള്ളത്. ഞങ്ങൾ തുടങ്ങി 1 അല്ല 2 അല്ല 6, 7, 8 സ്ഥാപനം ഞാൻ സ്വന്തം 100% സക്സസ് ആക്കിയത്. അതോടുകൂടി എന്നെ ഇങ്ങോട്ടേക്ക് എൻക്വയറി ചെയ്യാൻ തുടങ്ങി. 8 ബ്രാഞ്ചുകൾ ബ്രാഞ്ചസ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ. അപ്പോൾ അതെന്താണ് ഈ കോൺസെപ്റ്റ്? എന്താണ് ഇത്? ഫാക്ടറി ടു എൻഡ് യൂസർ എന്നുള്ള നമ്മുടെ ഇത് വരുന്നത്. സാറിപ്പം പിന്നെ ഒരു സിറാമിക് കട നടത്തുന്ന ആളാണെങ്കിൽ സാറിന് ഇപ്പം ഇത് ഏറ്റവും വലിയ പ്രോബ്ലം തന്നെ സ്റ്റോക്ക് മെയിൻ്റനൻസ് ആണ്. ഇത് ഒരുപാട് പ്രോഡക്റ്റുകളുടെ അത്ര സ്റ്റോക്ക് ഭയങ്കര ഇത് ഡെസ്റ്റ് സ്റ്റോക്ക്, അതുപോലെ തന്നെ
മോഡൽ ഔട്ടാവും, അതുപോലെ ഇത് പിള്ളേരെടുക്കുന്ന പോലെ എടുക്കണം, ഇത് പൊട്ടിപ്പോവും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണത്, നിങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് അവർക്ക് നീക്കുന്ന നമ്മൾ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾ സാമ്പിൾ മാത്രം വെച്ചാൽ ഒരു മീൻസ് അവിടെ നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു ഡിസ്പ്ലേ മാത്രം വെച്ചാൽ മതി. ഡിസ്പ്ലേ മാത്രം വെച്ചാൽ മതി. ആ ഓർഡർ വന്ന് വിത്തിൻ 1 days നമ്മൾ അവിടെ കിട്ടുന്ന സിസ്റ്റം. അപ്പോൾ അങ്ങനത്തെ 8 ഡിസ്പ്ലേ ടോട്ടൽ ഇപ്പോൾ നമുക്ക് 11 ഇപ്പോൾ 11. ബാക്കി ഫ്രാഞ്ചൈസിയും വന്നു. അപ്പോൾ ടോട്ടൽ ഫ്രാഞ്ചൈസി എടുക്കും 11. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് 8 പിന്നെ 8 5 ഫ്രാഞ്ചൈസിയും വന്നു. 13ആയി. അപ്പോൾ ഇനിയും ആൾക്കാർ വരാൻ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ വർക്ക് വരുന്നത് ഏകദേശം ഇനിയിപ്പോൾ ഒരു 8 ഓൾറെഡി പെൻഡിങ് ആണ്. നമ്മളെന്തായാലും ഈ വർഷം എന്തായാലും 25 എന്തായാലും നമ്മൾ അച്ചീവ് ചെയ്യും. 25ഓളം നമ്മളെന്തായാലും ഉറപ്പാണ്. താങ്കൾ ആ 2 ക്ലോസറ്റുമായിട്ട് കാറി പോയ ആളാണ്. തീർച്ചയായിട്ടും. ഇന്ന് എത്ര എംപ്ലോയീസ് ആയി? ഇന്ന് ഏകദേശം 40ഓളം എംപ്ലോയീസ് ആയി. എക്സലന്റ്. 40 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പ്രമുഖനായി വളർന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും. എവിടെയൊക്കെ നമ്മുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്? കേരളത്തിലെ 12 ഡിസ്ട്രിക്റ്റിൽ നമ്മളുടെ അവൈലബിൾ ആണ്. എത്ര പ്രോഡക്ട്സ് ഉണ്ട്? ഏകദേശം 2000 to 3000 അടുത്തും പ്രോഡക്ട്സുകളുണ്ട്. ഏതൊക്കെ കാറ്റഗറി? സാനിറ്ററി വെയർ, അതുപോലെ തന്നെ ബാത്ത് വെയർ ഉൽപ്പന്നങ്ങൾ, ആക്സസറീസുകൾ, ഷവർ, അങ്ങനത്തെ ഒരു കിച്ചൺ സിങ്കുകൾ, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. നമ്മുടെ ഈ സോഴ്സിങ് ഇന്ത്യയിൽ മാത്രമാണോ? നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ചൈന പോലുള്ള രാജ്യങ്ങൾ, ചൈന ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഉണ്ട്, അതുപോലെ വേറെ 1-2 രാഷ്ട്രങ്ങൾ നമ്മൾ ഓൾറെഡി ടൈപ്പ്. നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് സോയോ കൊണ്ടുവരുന്നത്. നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഫുൾ സെർച്ചിങ് ആണ്. നമ്മൾ ഒരുപാട് രാഷ്ട്രങ്ങൾ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മുടെ ടീമുകൾ ഞാനൊക്കെ സഞ്ചരിച്ചിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലഭ്യമാക്കുക എന്നുള്ളത് വലിയൊരു എന്താ പറയുക ഒരു സ്വപ്നം കൂടി എനിക്കുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മോഡുലാർ ബാത്റൂം എന്നുള്ള കോൺസെപ്റ്റ് കൂടി. മോഡുലാർ ബാത്റൂം എന്താണ് കോൺസെപ്റ്റ്? സാർ നമുക്ക് ഏറ്റവും നമ്മുടെ വീടുകളിൽ ഏറ്റവും പ്രോബ്ലം ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ബാത്റൂമാണ് അല്ലേ? ശരി, എപ്പോഴും നോക്കിയാലും പൊട്ടലും കിട്ടിലും. അതെന്താണെന്ന് സംബന്ധിച്ചാൽ പല കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സാനിറ്ററി വേറെ കമ്പനി ആയിരിക്കും, അതുപോലെ തന്നെ അതിന് ടാപ്പിൾ വേറെ കമ്പനി ആയിരിക്കും, ഷവർ വേറെ കമ്പനി ആയിരിക്കും, ടൈൽസ് വേറെ ആയിരിക്കും. ഇതെല്ലാം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയ ഒരു മോഡുലാർ ബാത്റൂം എന്നൊരു കോൺസെപ്റ്റ്. ഇപ്പോൾ സാറിൻ്റെ വീട്ടിൽ ഒരു ബാത്റൂം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു സെലിബ്രിറ്റി ആർക്കാണെങ്കിലും നമുക്ക് നമ്മുടെ എഞ്ചിനീയേഴ്സ് ആദ്യം പോയിട്ട് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ചെയ്തിട്ട് അവിടെ ഏത് രീതിയാണ് അവർക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് ലക്ഷറി വേണോ, അല്ലെങ്കിൽ മിഡിൽ വേണോ, അല്ലെങ്കിൽ പ്രീമിയം വേണോ, അല്ലെങ്കിൽ നമ്മുടെ 5 സ്റ്റാർ വേണോ, ഏത് വേണോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ സ്റ്റുഡിയോ വന്നിട്ട് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ടൈൽസ് അടക്കമുള്ള പ്രോഡക്റ്റുകൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട്, അത് മീൻസ് നമുക്ക് ലാസർ മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ദിവസം നമുക്കൊരു ബാത്റൂം നമുക്ക് ചെയ്യാൻ പറ്റും. അതിലെ ഡോറുകൾ, അതുപോലത്തെ അതിൻ്റെ പിന്നെ ടൈൽസ്, സാനിറ്ററി വെയർ, CB ഫിറ്റിങ്സ്, ആക്സസറീസ് എല്ലാം കൊടുക്കുന്നത്. അപ്പം ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പൈപ്പ് പൊട്ടിയ വേറെ ആളെ വിളിക്കണം, സാനിറ്ററിക്ക് വേറെ ഇങ്ങനെ ഒന്നും വേണ്ട. ഇതിന് 10 years വാറണ്ടി കൊടുക്കും. നമ്മൾ വാറണ്ടി ചെയ്യാത്തൊരു പുതിയ ഇത് നമുക്ക് ഇന്ന് കേരളത്തിൽ ഞാൻ ആശയം പങ്കുവച്ചപ്പോൾ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല ബിൽഡേഴ്സിനായിട്ട് നമ്മൾ ഓൾറെഡി ടൈപ്പായി കഴിഞ്ഞത് അടുത്ത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്ത് എന്തായാലും ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് ഷിഹാബ് വളർന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിരവധി സംരംഭകർ ഈ നാട്ടിലുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും അവസരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഉണ്ട് സാറേ. നമ്മുടെ സോയോ ബ്രാൻഡ് സ്റ്റുഡിയോ എന്നുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വെക്കുന്നുണ്ട്. അത് സോയോയുടെ ഉൽപ്പന്നം, നമ്മുടെ സോയോയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഫാക്ടറി ടു എൻഡ് യൂസർ എന്നുള്ളതാണ്. സോയോയുടെ ഇന്ത്യൻ പ്രോഡക്റ്റ് കൂടാതെ തന്നെ നമ്മുടെ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രോഡക്റ്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കിത് സ്റ്റുഡിയോയിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും. അവർക്കിപ്പോൾ നമുക്ക് അവരുടെ കയ്യിൽ വല്ല റൂംസോ അതുപോലെ തന്നെ വല്ല ഫ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മുടെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ സോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഏറ്റവും നല്ല സർവീസ്, പക്ക സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആഫ്റ്റർ സർവീസ് കൊടുക്കാൻ വന്നൊരു നല്ലൊരു എന്താ പറയുക ടീം തന്നെയാണ് സോയോക്കുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ ഇന്ന് ഏകദേശം ഒരുപാട് ബിൽഡേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ പിന്നെ പ്രോജക്റ്റ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ റിസോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ നമ്മുടെയൊക്കെ ചെയ്ത് വളരെ 100% അവർ ഹാപ്പി ആയതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റിയാണ് താങ്കൾ? ഉണ്ട്. ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി നമ്മൾ ഓൾറെഡി നമുക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അത് കുറച്ച് അന്വേഷിച്ചു. നമ്മളെല്ലാവരും നമുക്ക് കൊടുക്കില്ല. നമുക്ക് നമ്മളതായുള്ള ഒരു കാറ്റഗറൈസ് ഉണ്ട്, ടൗൺ ബേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇത്ര സ്പേസ് വേണമെന്നൊക്കെ ഉള്ള ഇതുണ്ട്. ആ കമ്പനീൻ്റെ ടീം പോയി ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് അത്തരത്തിലുള്ള കൊടുക്കുന്നുണ്ട്. ഷിഹാബിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എല്ലാ ലക്ഷ്യങ്ങളും കുറിച്ചു വെച്ച് അത് ഓരോന്നും അച്ചീവ് ചെയ്ത്
അതൊരു സന്തോഷത്തോട് സെലിബ്രേറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോവുക എന്ന വ്യക്തിയിലാണ്. നിരവധി സംരംഭകർ സ്പാർക്ക് കാണുന്നവരുണ്ട്, ബിസിനസ് നടത്തുന്നവരുണ്ട്, തുടങ്ങാൻ ആഗ്രഹമുള്ളവരുണ്ട്. അവരോടൊക്കെ ഷിഹാബിന് എന്താ പറയാം? ഞാൻ സോയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എന്തായിട്ടായിരുന്നത് ആകെ ഒരു വണ്ടിയും അവിടെ ഡിക്കാണ്. നമ്മുടെ കയ്യിൽ എന്ത് റിസോഴ്സാണ് നോക്കുക, അത് വെച്ച് മുന്നോട്ടോട്ട് പോവുക. നമുക്ക് ചിലപ്പോൾ AC കാർ ഉണ്ടാവില്ല, ചിലപ്പോൾ AC ഓഫീസ് ഉണ്ടാവില്ല, സ്റ്റാഫുകൾ ഉണ്ടാവില്ല, ഒരു ബില്ലിങ്ങിന് സിസ്റ്റം ഉണ്ടാവില്ല. എനിക്ക് സംരംഭകരോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട് ഉള്ളത് സ്റ്റാർട്ട് ചെയ്യും, അവിടെ നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. പ്രതിസന്ധി വരും, പ്രതിസന്ധി എനിക്കറിയാം, പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തിനാ എല്ലാ പ്രതിസന്ധി നമ്മൾ തട്ടി മാറ്റി. ഇനിയും പ്രതിസന്ധി വരെയൊക്കെ അതിനൊക്കെ നമുക്ക് മുൻകൂട്ടി തട്ടി മാറ്റിയിട്ട് ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുക. ആദ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ സക്സസ് ആകാൻ പറ്റുന്ന ഉറപ്പാണ് എനിക്ക്. ഞാനെന്നും ഷിഹാബിനെ കണ്ടിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. എന്താണ് ഭാവി സ്വപ്നം? 100 ഷോറൂമുകൾ. 100 ഷോറൂം കേരളത്തിൽ ചിലപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് സത്യത്തിൽ ആഫ്രിക്കയിൽ നിന്ന് അടക്കം ഏകദേശം ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്ന് റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ട്. അത് ചെറിയ രീതിയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 100 ഷോറൂമുകൾ, ഒരു 100 കോടി വിറ്റുവരവ്, ഒരു 400 to 500 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതിലേക്കാണ് എന്ത് ചെയ്യണം നമ്മൾ. വലിയ സ്വപ്നമാണ്. വലിയ സ്വപ്നം തന്നെ. അതിൽ ആ യാത്രയിൽ എനർജറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് നമുക്ക് ഏറ്റവും വലിയ സാധനം വിളിച്ചാൽ നമുക്ക് നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നല്ല ടീമിനെ എൻ്റെ കൂടെ കട്ടക്കിട്ട് ടീമിനെ എനിക്ക് കൂടെ ഉണ്ട്. എന്തിനു വിളിച്ചാൽ ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റി. കറക്റ്റ് പ്രോപ്പർ ഡെലിഗേഷൻ ചെയ്യാൻ. പിന്നെ അതിന് കറക്റ്റ് ഫോക്കസ്. എൻ്റെ ടീമിലെല്ലാവരും ഫോക്കസ്ഡാണ്. എല്ലാവരും കറക്റ്റ്. ഇപ്പം ഞാനാണെങ്കിൽ പോയി ഒന്നിലേക്ക് പണ്ടൊക്കെ സത്യത്തിൽ ഒരുപാട് ബിസിനസ്സുകൾ എന്ത് ചെയ്യും നമ്മൾ ചെയ്തിരുന്നു. പല നമ്മൾ എന്ത് മീൻസ് കുറേ കമ്പനിയിലെ MD ഉണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമില്ല, ചെയ്യുന്നത് പ്രോപ്പറായിട്ട് അത് ഒന്നിലേക്ക് മാത്രമുള്ള ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് എന്തായാലും സക്സസ് ആകുന്നത് ഉറപ്പാണ് എനിക്ക്. ഷിഹാബേ, ഒരു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാണ്. 100 സ്റ്റോറ്, 100 കോടി, 400 പേർക്ക് തൊഴിൽ കൊടുക്കണം. ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്? തീർച്ചയായും സാറേ, എനിക്ക് ഒരു പൂർണ്ണമായിട്ട് വിശ്വാസം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെടുത്തിരും. പടച്ചവൻ്റെ അപാരമായിട്ടുള്ള സഹായം എന്തായാലും ഞാൻ എത്തിച്ചു തരും. നിങ്ങൾ കേട്ടു ഷിഹാബ് എന്ന ഈ യുവ സംരംഭകൻ്റെ ത്രസിപ്പിക്കുന്ന സ്പാർക്കുള്ള കഥ. വളരെ എളിയ തുടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഓട്ടോ ഓടിച്ചിട്ടുണ്ട്, ചുമടെടുത്തിട്ടുണ്ട്, പല പണികളും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്, നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ തിരിച്ചടിയും അദ്ദേഹം ഒരവസരമായി കണ്ട് പിടിച്ചു കയറി വന്ന ഒരു സംരംഭകനാണ്. കേവലം സ്വപ്നം കാണലല്ല, അത് കുറിച്ചു വെച്ച് അത് ഓരോന്നും അച്ചീവ് ചെയ്ത് അത് സെലിബ്രേറ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകുന്ന ഒരാളാണ്. ഇത് കാണുന്ന സംരംഭം തുടങ്ങാനിരിക്കുന്ന സംരംഭകരൊക്കെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നമ്മൾ കയ്യിൽ എന്തുണ്ടെന്നുള്ളതല്ല, ഉള്ളത് വെച്ച് തുടങ്ങുക എന്നുള്ളതാണ്. തടസ്സങ്ങൾ ഉണ്ടാവുമ്പോൾ അത് തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ വലുതാണ് അദ്ദേഹത്തിൻ്റെ. 100 ഷോറൂം, 100 കോടി വിറ്റുവരവ്, 400 പേർക്ക് തൊഴിൽ കൊടുക്കുക, അതൊക്കെ പൂവണിയുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് സ്പഷ്ടവുമാണ്. ഇത്തരം സംരംഭകരാണ് നമുക്ക് അഭിമാനം. ഇത്തരം സംരംഭകരും ഉണ്ടാവുമ്പോഴാണ് നാടിന് വളർച്ച ഉണ്ടാവുക. ഷിഹാബ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് 101% ഉറപ്പാണ് താങ്കളുടെ ഓരോ ലക്ഷ്യവും പൂവണിയുമെന്ന്. ഓരോ തവണ എന്നെ വിളിച്ച് ആ സെലിബ്രേഷൻ മൊമെൻറ്റ് പറയുന്ന പോലെ ഇനിയും കോളുകളും വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ വ്യക്തിപരമായ പേരിൽ ആത്മാർത്ഥത്തോടുകൂടി തന്നെ എല്ലാ പ്രാർത്ഥനകളും താങ്കളുടെ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ സ്പാർക്ക് ടീമിൻ്റെയും പാർട്ട്നേഴ്സിൻ്റെയും പ്രേക്ഷകരുടെയും എല്ലാവരുടെയും പേരിൽ എല്ലാ ആശംസകളും. താങ്ക് യു സാർ.